എന്നെ ആ കുട്ടി വശീകരിക്കാൻ നോക്കി. കൊച്ചു വഴിയിട്ട് വലിയ വഴിയിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ 31 ആളാ വീട്ടിൽ കയറി വന്ന് രണ്ടിന്റെ കോഴിത്തരം വിളമ്പുന്നത്. അത് 28 ആരുടെയും ജോലി. ഒന്നുമില്ലേ ഈ രണ്ടെണ്ണത്തിന്റെ തന്തയല്ലേ നിങ്ങള്? അല്ലേ ചേട്ടാ എന്റേത് പ്രായത്തിന് ഞരമ്പാന്ന് പറയാം, അയഗ്രി. പക്ഷെ ഇതൊന്നും ഞരമ്പ് പൊട്ടി കിടക്കുന്നത്. എന്തിനാണ് ഇവിടെ കിടന്ന് മിണ്ടി കഴിഞ്ഞ് എന്റെ മോന്തെടുത്ത് ഞാൻ റോട്ടിട്ട് വലിച്ചടിച്ച് അടിച്ച് പൊടിച്ച് പാടിച്ച് പിടിച്ച് കടിച്ച് മടക്കി ഞാൻ കുത്തി നിന്ന് വാരിയെടുത്ത് ഞാൻ പൊടിച്ചിടാൻ നിന്റെ അമ്മൂമ്മ വീട്ടിൽ പോയിട്ട് അവിടുത്തെ തുരുത്തി കയറി അവിടുത്തെ പശുവിന്റെ പാല് പിഴിഞ്ഞ് കുടിച്ച് കുടിച്ച് കടിച്ച് കടിച്ച് വലിച്ചു കീറി ആ പശുവിനെ ഇറച്ചിയാക്കി ഞാൻ പശുവല്ല ആടമുള്ള ആടിന്റെ മൂട്ടി കൂടി കമ്പി കയറ്റി ഗ്രില്ലടിച്ച് കറക്കി കറക്കി മസാല എണ്ണ സൺഫ്ലവർ ഓയിലും മണ്ണെണ്ണയും പാം ഓയിലും പാരച്ചൂട്ട് ഓയിലും ക്രൂഡ് ഓയിലും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആ ആടിനെ ഒരിച്ച് കീറിയ നിന്റെ അമ്മൂമ്മയുടെ വായിലിട്ട് നിന്റെ അമ്മൂമ്മ കറമുറാൻ കടിച്ച് പറിച്ച് അവർ തിന്നിട്ട് കണ്ടിട്ട് പല്ലില്ല. അസിസ്റ്റേ മെഡിക്കൽ കോളേജിൽ പോയിട്ട് നിന്റെ അമ്മൂമ്മയ്ക്ക് 10,000 രൂപ റൂട്ട് കനാലിലിട്ട് നിന്റെ അമ്മൂമ്മയുടെ പല്ല് ഞാൻ തന്നെ അടിച്ചളക്കിയിട്ട് ആ പല്ലെടുത്ത് ഫെവിക്കോളോട് അടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, നീ കൂളാ, പ്രശ്നമൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ വിനീത് നീ ഒരുമിച്ച് പഠിച്ചല്ലേ? അവനിപ്പോ എഞ്ചിനീയറാ. അപ്പുറത്തെ വീട്ടിലെ വിനീതിന്റെ അച്ഛൻ ഷാജി അച്ഛൻ ഒരുമിച്ച് പഠിച്ചല്ലേ? അയാളിപ്പോ ഡിവൈഎസ്പിയാ. എനിക്കത് മെഴുകുതിരിയോട്ടുള്ളായിരുന്നു പഠിക്കാൻ. അതെന്താ പകല് സൂര്യ ഒതുക്കില്ലായിരുന്നു? നിന്റെ പ്രായത്തിൽ എനിക്ക് മക്കളെ 3. എന്നെ ഒന്ന് കെട്ടിച്ചു നോക്ക്. അച്ഛന്റെ പ്രായമാകുമ്പോ സ്വന്തമായിട്ട് നഴ്സറി വേണം. നമുക്കൊരു ഗെയിം കളിക്കാം. ശരി. ശരി. മാമാ, ഇത് തണുപ്പ് കാലങ്ങളിൽ വലുതായിരിക്കും, ചൂട് കാലങ്ങളിൽ ചെറുതായിരിക്കും. ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇല്ല, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാ നമുക്ക് അകത്തേനും സംസാരിക്കാലോ. ഇല്ല, അച്ഛനമ്മ ഇപ്പൊ എത്തും. അച്ഛൻ എന്ത് ചെയ്യുന്നു? പോലീസിലാ. എന്ത് അകത്തിരിക്കുന്നില്ലേ? കുഴപ്പമില്ല. എന്തൊക്കെയുണ്ട്? പെറ്റ്. ആര് പെറ്റ്? എടോ, പെറ്റ്. വളർത്തുമൃഗങ്ങളുണ്ട്. ഹൈബ്രിഡ് ഇവിടെ ആളില്ലേ? ഉണ്ടേ. അയ്യേ, കഷ്ടം. അയ്യോ ശിഖണ്ഡി. ഞാൻ പോലീസാണ്. ശിഖണ്ഡി പോലീസാ? അരെ ലീലാമണി IPS. ഞാൻ എച്ച് ഹബീബ്. എച്ചിയാണോ സ്വയം പറഞ്ഞോണ്ട് നടക്കൂ. ചെറിയാൻ. എനിക്ക് കടിക്കുന്നില്ല. എന്ത്? ചൊറിയാൻ പറഞ്ഞു. തന്റെ കയ്യിൽ ഗോൾഡ് ബിസ്ക്കറ്റ് ഉണ്ടോ? പാർലേജി ആണെങ്കിൽ ചിലപ്പോ കാണും. രഘുവരന് നാളിന്റെ പടക്കം വാങ്ങിയായിരുന്നു. വാങ്ങി. പെട്ടി എവിടെ? കെട്ടിയിട്ടേക്കുവാ. പട്ടിയല്ല, പടക്കം വാങ്ങിയ പെട്ടി എവിടെയും. ഫാൻ വേണം. ഏത് ഫാൻ? കറങ്ങുന്ന ഫാൻ. ഇവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഫാനോ? ഉഷയോട് ചോദിച്ചു നോക്കാം. തരുവാണെങ്കിൽ മേടിച്ചു വയ്ക്കാം. ഉഷ കമ്പനിയാണ്. ഉഷയായിട്ട് കമ്പനിയാണ്, പിന്നെ എന്നോട് പറഞ്ഞെന്തിനാ? ഇയാൾക്ക് പോയി മേടിച്ചു. ഉഷ ബ്രാൻഡാണ്. ഉഷയ്ക്ക് ഭ്രാന്താണെങ്കിൽ ഓളം പറഞ്ഞുകൊണ്ടല്ലോ. ആ ചെറുക്കൻ ഭയങ്കര മോട്ടിപ്പാണ്. പോയി നോക്കിയാണ് വല്ല എടുത്തോണ്ട് പോണെന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടാ. വെള്ളം എടുത്തില്ലടാ. മുനീറേ, കണ്ണ് ചിമ്മേ. എടി ചേച്ചി, നിന്റെ അടുത്തല്ലേ പറഞ്ഞു ഇവിടെ ക്യാരിപ്പോടിയകത്ത് അപ്പുറത്തെ വായി നോക്കി താമസിക്കാൻ പറ്റും. പിന്നെ അമ്മ എന്നെയാണ് ആപ്പിട്ട് പോയത്. ക്യാരിപ്പോടിയകത്ത് ഞാൻ കളിക്കാൻ പോണേ. ചേട്ടനാ അനിയനാ? അല്ല, എന്റെ അച്ഛൻ. Fucada
cavucada nessas putinhas safadas.